അത് മറന്നിരിക്കുകയായിരുന്നു. കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? അനുമോള് കയറി വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായില്ല. ശരിക്കും അനുമോളെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അതോ കളിയാക്കിയതാണ്? അന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം. അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കുന്നില്ല. വിവാദങ്ങളുടെ പരമ്പര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഇന്റർവ്യൂ, ഈ പറയുന്ന 2 ഇന്റർവ്യൂ അനുമോളുടെ കേസിലുമുണ്ട്. അനുമോളുടെ ഇന്റർവ്യൂ, അതായത് ഏഷ്യാനെറ്റ് തന്നെ എടുത്ത അഞ്ജലിയിലെ പേര് അതെടുത്ത ആ ഒരു ഇന്റർവ്യൂയിലും, അതുപോലെ തന്നെ അനീഷിന്റെ കേസിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന പല വെളിപ്പെടുത്തലുകളും ഈ പറയുന്ന ആങ്കർ നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ആദ്യം ഈ പറയുന്ന അനുമോള് പറഞ്ഞ ഒരു കേസ്, അതായത് അനുമോള് ഇന്റർവ്യൂവിൽ പറഞ്ഞത് 50,000 രൂപ ഞാൻ PR വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, 1 ലക്ഷമാണ് മൊത്തത്തിൽ പറഞ്ഞത്, 50 ബാക്കി ഞാൻ പിന്നീട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ വിനു പറയുന്നത് എനിക്ക് വെറും 11,000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം. വിനു പറയുന്നത് അനുമോൾ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതാണ്. അപ്പോൾ അനുമോൾ അതിന് ക്ലാരിഫൈ കൊടുക്കണം. എന്തുകൊണ്ട് അവിടെ 50,000 ഇവിടെ 11,000 എന്ന് പറഞ്ഞിട്ട് അനുമോൾ ക്ലാരിഫൈ കൊടുക്കണം. അത് ആദ്യമേ തന്നെ പറയാം. ഇനി നമുക്ക് അനീഷിന്റെ കാര്യത്തിലേക്ക് വരാം. അനീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്കൊരു റീല് കാണാം. അനീഷിന്റെ ചേട്ടന്റെ റീല്, അനിയന്റെ റീല്. സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെ വളരെ കാം ആൻഡ് കൊയിറ്റായിട്ടിരുന്ന അനിയൻ എന്ത് പറ്റി എന്നുള്ളതാണ്. ആദ്യം ആ ഒരു റീല് ഞാൻ അവിടെ വയ്ക്കാമേ. അനീഷിനെ എയർപോർട്ടിൽ പോയി വരുമ്പോൾ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്താ ഇത്? അപ്പോ ഇതായിരുന്നു അനീഷിന്റെ അനിയന്റെ യഥാർത്ഥ സ്വഭാവം. അല്ല, ഇതുവരെ കാമായിട്ട് കൊയിറ്റായിട്ട് നിന്നവൾ പെട്ടെന്നുള്ള ഒരു മനമാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു ബിഹേവിയർ കണ്ട്. ഇത് പുള്ളി ക്രിക്കറ്റർ ആണെന്ന് പറയണ കേൾക്കാം. അപ്പൊ ക്രിക്കറ്റിൽ ഈ ക്യാച്ചൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഈ ആവേശം. പോട്ടെ. അനീഷിന്റെ കേസ് പറയണേ, അനീഷും പലപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പലരും ചോദിക്കുന്നത് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല, വാ പൊട്ടി അങ്ങ് മിണ്ട. അവരുടെ ഭാവം ആരാധകർ വന്ന് പറയൂ അനീഷേട്ട വന്നിട്ട് അനീഷ് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എനിക്കറിയത്തില്ല, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അനീഷ്, അതോ ഇനി വാ തുറന്നു കഴിഞ്ഞാൽ അബദ്ധം വീഴും എന്നുള്ളത് കൊണ്ടാണോ? ഇതൊക്കെ കേൾക്കുമ്പോ എവിടെയൊക്കെ എന്തൊക്കെ മണക്കുന്നു. ഇതിൽ ഞാനിന്ന് സംസാരിക്കാൻ വന്നത് ഈ പറയുന്ന അഞ്ജലിയുടെ ആ ഒരു ഇന്റർവ്യൂ കാണണം. അതിൽ എന്തുമാത്രം പച്ചക്കള്ളങ്ങളാണ് അനീഷ് പറഞ്ഞതെന്നും അനീഷിന് കൃത്യമായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അനീഷിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ അനീഷ് ഉത്തരമില്ലാതെ കുത്തിയിരിക്കുന്ന ഒരു കേസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ആദ്യം കാണാം. അത് മറന്നിരിക്കുകയായിരുന്നു. കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, എന്നെ 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അനീഷിനെ ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ആ വിളിച്ച കോളും എൻ്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാരും വിളിച്ചു ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു. അങ്ങനെ ഒരു കള്ളം. അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ്? ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയോ ഒരു ദിവസം? അത് എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല. നല്ല ഓർമ്മയുണ്ട് അനീഷ്. ബിക്കോസ് എന്താ അറിയോ, ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം കൊണ്ട് കയറ്റാൻ പറ്റില്ല. അനീഷിനൊക്കെ ഒരുപാട് ദിവസം കിട്ടി അനീഷ്. അപ്പോ ഇതാണ് സംഭവം. വിഷയം മനസ്സിലായല്ലോ. PR എനിക്ക് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. 2 ദിവസം മുമ്പാണ് എനിക്ക് കോള് കിട്ടിയത്. അത് ഈ പറയുന്ന ലാലേട്ടൻ വന്ന് അവിടെ വന്ന് ചോദിക്കുന്നു. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ആങ്കർ ചോദിക്കുമ്പോൾ വീണ്ടും പുള്ളി ആവർത്തിക്കുകയാണ്,
എന്താണ് ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അത് കള്ളമാണെങ്കിൽ നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് മറവിയുണ്ട്, ഞാൻ മറന്നുപോയി എന്നാണ് പറയുന്നത് അനീഷ്. അപ്പൊ ആ അനീഷ് മറന്നുപോയി. അപ്പോ ആങ്കർ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ മറക്കും? നമുക്ക് ഒരാളെ ഓഡീഷൻ കഴിഞ്ഞ് ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് പോയി വീണ്ടും പോയി ഈ പറയുന്ന പിന്നെ ടെസ്റ്റ്, പല പല ടെസ്റ്റുകൾ ഉണ്ട്, അപ്പോൾ ഷൂട്ടിംഗ് ഉണ്ട്, അതിനുശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പോലെ ഒരു 10-15 ദിവസത്തെ ഇവർക്ക് ആ ഒരു സാവകാശം കിട്ടും. എന്നിട്ട് അത് മറന്നുപോയി. അതാണ് ആങ്കർ അടുത്ത് ചോദിക്കുന്നത്, അല്ല ഈ 2 ദിവസത്തിന്റെ കേസ് ഇത്രയും സംഭവം നടത്തിയതും മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനീഷിന് ഉത്തരങ്ങളില്ല. വീണ്ടും വീണ്ടും അനീഷെ ഈ കള്ളം, അല്ലെങ്കിൽ അനീഷിന് ഇപ്പൊ ഇങ്ങനെ പറയാമായിരുന്നു, അത് അന്ന് അവരുടെ അടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പൊ ഒരു നുണ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ തീരും. പക്ഷെ ഇവിടെ വന്നിട്ടും വീണ്ടും അനീഷ് കല്ല് വെച്ച നുണകളാണ്, കല്ല് അടിച്ചുകൊണ്ട് ഇതൊന്നും അല്ല, വലിയ ബോംബുകൾ ഉണ്ട്, കേൾപ്പിക്കാം. അനുമോള് കയറി വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായില്ല, ശരിക്കും അനുമോളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അതോ കളിയാക്കിയതാണ്? സത്യം പറ. ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പൊ ഒരു എന്താ പറയുക മേക്കപ്പ് ലുക്കിലായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് അഗെയിൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഫെയിം. എന്തൊരു ഭവ്യത അല്ലേ, എന്തൊരു അനുസരണയുള്ള കുലീനയായ ചെറുപ്പക്കാരൻ. മിലെ തിളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തരാണ്. സ്ക്രീൻ പ്രസൻസ് വേറെ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. നമുക്ക് ആദ്യമായി ഞാൻ എങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരാളല്ല ആര് ഈ പറയുന്ന അനുമോള്. എന്തിനാ എന്റെ പൊന്നനീഷ ഇങ്ങനെ കല്ല് വെച്ച നുണ വീണ്ടും എന്തിനാ അടിച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും ഈ പ്രേക്ഷകരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പുള്ളി പറയുന്നത് ഞാന് മേക്കപ്പ് ഈ പറയുന്ന അനുമോള് വന്നപ്പോ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് വന്നത്. എന്റെ പൊന്ന് പിന്നെ അനീഷ് എന്താണ് മേക്കപ്പ് ഇല്ലാതെ ഈ അനുമോളെ കണ്ടിട്ടുള്ളത്? ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല മേക്കപ്പ് ഇല്ല. നമ്മളെ കാണുമ്പോ ഒക്കെ മേക്കപ്പ് ഉള്ള മേക്കപ്പ് ഇട്ടുള്ള ഈ പറയുന്ന അനുമോളെ തന്നെയാണ് കണ്ടത്. മേക്കപ്പ് ഇല്ലാതെ കണ്ടത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് മേക്കപ്പ് ഇല്ലാതെ കണ്ടത്. എന്നിട്ട് നമുക്ക് മനസ്സിലായി, എന്നിട്ട് അനീഷിന് മനസ്സിലായില്ല. അനീഷ് പറഞ്ഞതിലുള്ള അവിടെ ആങ്കറിന് ഒരു അബദ്ധം പറ്റി. ആങ്കർ തിരിച്ചു ചോദിക്കാതെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മേക്കപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്തത് എന്നുള്ളത്. അപ്പൊ അവിടെ അനീഷിന് പറയാമോ, അത് അവർ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന നിങ്ങൾ എന്താണ് കളിയാക്കിയതാണോ? അയ്യോ ഞാൻ കളിയാക്കും, ഞാനൊരു ഒരു സാധാരണക്കാരനായ കൂലി വേലക്കാരനായ കൃഷിക്കാരനായ വളരെ സത്യസന്ധനായ മനുഷ്യനെ ഞാൻ കളിയാക്കുമോ? എന്തിനിടെ ഈ കല്ല് വെച്ച നുണ പറയുന്നത്? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് കല്ല് വെച്ച നുണയാണ്. അതുമല്ല ഈ പറയുന്ന നമുക്ക് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് കാണാൻ ആഗ്രഹിക്കുന്നത് വരെ ആരൊക്കെയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് എനിക്കതിന് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പോലും അനുമോൾ ഇല്ലാത്ത ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അനുമോളെ അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ എന്റെ പൊന്നെ അനീഷ്, നിന്റെ സ്വഭാവം നീ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓരോന്നായിട്ട് നിന്റെ അനിയന്റെ സ്വഭാവത്തിൽ നിന്ന് വന്ന മാറ്റം ആയിക്കോട്ടെ, നീ അതിനുശേഷം കൊടുത്ത ഇന്റർവ്യൂസിലായിക്കോട്ടെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞ 2 വലിയ കള്ളങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ നീ ഒരു അൾട്ടർ ഫേക്ക് ആയിരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരൊക്കെ ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. വന്നപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു, ഞാനും അനീഷും തമ്മിൽ തർക്കിച്ചൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് കാര്യങ്ങളിൽ തർക്കിച്ചു. അതുകൊണ്ട് ഏതാണ് ആ ഒരു കാര്യം? അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിനു മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. സ്ത്രീകൾക്ക് എന്തിനും 6 മാസം മെറ്റർനിറ്റി ലീവ്, അതായത് ഈ പറയുന്ന പ്രസവാനന്തര പിന്നീട് അവധികാലം, ഇതെന്തിനു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് തർക്കിച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ പറയുന്ന മനുഷ്യ സ്നേഹി എന്ന് പറയുന്ന പുള്ളിയില്ലേ. അതായത് സ്ത്രീകൾക്ക് പ്രസവാനന്തര ലീവ് ഉണ്ടല്ലോ സർക്കാർ കൊടുക്കുന്ന 6 മാസത്തെ, അതെന്തിനു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് തർക്കിച്ച മഹാനാണ് ആര്? നമ്മുടെ അനീഷേട്ടൻ. പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന്, അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം. അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കും. അതായത് ഞാൻ അതിനകത്തോട്ട് പോയത്, ഈ പുള്ളി അതിനകത്തോട്ട് കയറ്റി വിട്ടത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണനയെ കുറിച്ച് എതിരായിട്ട് ചർച്ച ചെയ്യണം, അത് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ വരെ പറ്റിച്ചുകൊണ്ടാണ് അളി അതിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഒരു സ്ത്രീ വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയത്. സ്ത്രീകൾക്കെതിരെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ
എതിർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ LGBT എതിർക്കാൻ വേണ്ടിയിട്ട് ഓരോ കക്ഷികൾ, അതുപോലെ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു മാന്യ അദ്ദേഹമാണ് ഇദ്ദേഹം. ഓക്കെ, ഇതൊന്നും ചെയ്തില്ലല്ലോ. മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ആണ്. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ? അനീഷിന്റെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും അങ്ങനെയല്ല. നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ്. പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവാണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കൂ, അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ്. ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചു വന്നത്. ലെറ്റ്സ് ഇഗ്നോർ ദ പോയിന്റ്. ഞാൻ ചോദിച്ചു വന്നത് അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്? ഓക്കെ, മനസ്സിലായോ? നിങ്ങളെ ആരാധിക്കുന്ന മനുഷ്യന്റെ പിന്നെ യുഗ പുരുഷന്റെ മനസ്സിലിരിപ്പ് ഇതാണ്. സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജും കൊടുക്കാൻ പാടില്ല. അതായത് പ്രസവാനന്തരം കിട്ടുന്ന 6 മാസത്തെ ലീവ് പോലും കൊടുക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് സർക്കാരായിട്ട് കൊടുക്കുന്ന പ്രിവിലേജുകൾക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്ന മഹാനുഭാവനാണ് ഈ പറയുന്ന അനീഷ്. പക്ഷേ ഈ മഹാനുഭാവൻ അവിടെ വന്നതിന് ശേഷം സ്ത്രീയോട് തന്നെ പ്രണയം തോന്നുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ഇതിന് ഏതാണ് യഥാർത്ഥ അനീഷ് എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്ന് കാണിച്ചതാണോ ഫേക്ക്, അതോ ഈ പറയുന്ന പുറത്തു നിന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞതാണോ ഫേക്ക് എന്ന് എനിക്കൊരു പിടുത്തം. എവിടെയോ ഒന്ന് ഫേക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്, ഇപ്പം ഈ ബിഗ് ബോസ് വീടിനകത്ത് നിങ്ങൾ പറയുമ്പോൾ സാധാരണ ഒരു ഓഡീഷൻ എന്നുള്ള നടക്കുന്നത്, ഇത് ഈ പറയുന്ന ചെറിയ പിരി പോയി വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്കിപ്പോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാന്ന് വെച്ചോ, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ വലുതായിട്ട് ആരും അറിയപ്പെടാത്ത ഒരാൾ വരുമ്പോ അവർക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ ഇതുപോലുള്ള ഒരു എന്താണ് പറയുക, ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു വിഷയം, എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു സംഭവം എടുത്ത് പറഞ്ഞു കൊടുക്കണം. അവരെടുത്ത് പറയുമ്പോൾ ഇവർ അതിനകത്ത് പോകുമ്പോൾ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യും എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് അവരെയും പറ്റിച്ച് അതിനകത്ത് കയറിയതാണ് എന്ന് അനീഷ് സമ്മതിക്കേണ്ടതായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്നനീഷ്, നിന്റെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ സ്ത്രീകളോടുള്ള കടുത്ത വിരോധമാണ് നിന്റെ മനസ്സിലുള്ളതെന്ന് നീ സമ്മതിക്കേണ്ടതായിട്ട്. നീ ഈ ഒരു വിഷയമായിട്ടാ എടുത്ത് ബിഗ് ബോസ് വീടിനകത്ത് ഇട്ടിരുന്ന എന്റെ പൊന്നെ, എല്ലാരും കൂടി നിന്നെ കൊന്നു കൊലവിളിച്ച് പൊങ്കാലയിട്ട് 2-3 ആഴ്ചക്കകത്ത് നീ ചത്ത് നാറി വെളിയിൽ വരുമായിരുന്നു. മനസ്സിലായോ? ഈ അനീഷാണ്, ഇത്രയും സ്ത്രീവിരോധം ഉള്ളിൽ വെച്ച അനീഷാണ് നേരെ പോയിട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. അതും അവിടെ ഒരു ഗെയിമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. യവനെയായിട്ട കെട്ടിയിരുന്നെങ്കിൽ അവളെ ജീവിതം അധോഗതിയാണ്. പഴയ ഭാര്യയിൽ സംഭവിച്ചത് എന്താണെന്നും പഴയ ഭാര്യ കൊടുത്ത കേസുകളുടെ നിജസ്ഥിതി എന്താണെന്നും പലയിടത്തും പല യൂട്യൂബ് ചാനലുകളും വിത്ത് പ്രൂഫ് അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കപടമായിട്ടുള്ള നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അവനെയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ മഹാനുഭാവൻ അല്ലെങ്കിൽ ഭഗവാൻ, അയ്യോ കോമറുടെ പാവം കുഞ്ഞു വാവ എന്ന് പറഞ്ഞ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾ ആ സ്ത്രീജനങ്ങൾ മനസ്സിലാക്കുക, ഇവന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും സർക്കാർ ഇനി കൊടുക്കാൻ പാടില്ല എന്ന് വാദിക്കാൻ വേണ്ടി വന്ന ഒരാളായിരുന്നു നിങ്ങളുടെ എല്ലാം പുന്നാര മകനായ അനീഷ്. സത്യങ്ങൾ ഇനിയും ഓരോന്നായിട്ട് പുറത്തു വരാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം അനീഷിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവന്റെ അനിയന്റെ ബിഹേവിയർ ആയിക്കോട്ടെ, അവന്റെ ബിഹേവിയർ തന്നെ അവൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഉത്തരം പറഞ്ഞുകൂടെ? ഇത് ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ. ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം. മനസ്സിലായി? അതിപ്പം ഈ അനുമോളുടെ കേസ് അനുമോള് വിജയിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അവിടെ തീർന്നു. പക്ഷെ അവിടെ ഒന്നും മിണ്ടാതെ
ഈ പറയുന്ന അനുമോൾ ഇന്നത് കൊണ്ടാണ് ജയിച്ചത് ഒരു അക്ഷരം മിണ്ടുന്നില്ല അവൻ. ഒരു കമാന്നൊരു അക്ഷരം മിണ്ടാതെ വന്ന് ചോദിക്കുന്നവരെ പോലും കളിയാക്കിക്കൊണ്ട് പാടാ നീയൊക്കെ ആര്, ഞാനിവിടെ കളിച്ച് ഞാനുള്ള ജയിച്ച് എനിക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി എന്നുള്ള ലെവലിൽ പോവുകയാണ് അനീഷ്. കള്ളനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയെ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കാൻ വന്ന വ്യക്തി എന്നപ്പോൾ ഞാൻ ഞെട്ടി സത്യം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തു. എന്തായാലും ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്ന് എനിക്ക് പറയാവുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.